ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വാലന്റ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ കോയിൽ വിത്ത് മെനി സർക്കുലർ ക്ലോസ് ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇസ് നോൺ ആസ് സോളിനോയിഡ് അല്ലെ. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ വയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വളരെ ടൈറ്റ് ആയിട്ട് സർക്കുലർ പാറ്റേണിൽ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കോയിലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, വെൻ കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ എ സോളിനോയിഡ് ഇറ്റ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്, അല്ലെങ്കിൽ ബാർ മാഗ്നറ്റും സോളിനോയിഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സെയിം ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളൊരു സോളിനോയിഡ് ഇമാജിൻ ചെയ്തു. ഈ സോളിനോയിഡിന്റെ ആക്സിയൽ ഫീൽഡ് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി ആക്സിയൽ ലൈന് നമ്മൾ കൺസിഡർ ചെയ്തു. പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ റേഡിയസ് എ ആണ്. നമ്മൾ കൺസിഡർ ചെയ്ത സോളിനോയിഡിന്റെ റേഡിയസ് എ ആണ്. ഓക്കെ, സെന്റർ പോയിന്റിൽ നിന്ന്, അതായത് സോളിനോയിഡിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഈ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സോളിനോയിഡില് നമ്മളൊരു ചെറിയ സ്മോൾ ലെങ്ത് എലമെന്റ് ഇമാജിൻ ചെയ്യുന്നു. ആ ലെങ്ത് എലമെന്റിന്റെ തിക്നെസ് dx ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, dx എന്നുള്ള ഒരു ലെങ്ത് എലമെന്റ് നമ്മൾ ഇമാജിൻ ചെയ്തു കോയിൽ. ആ കോയില് സെൻട്രൽ നിന്ന് x ഡിസ്റ്റൻസ് അകലത്തിലാണ്. ഓക്കെ, x ഡിസ്റ്റൻസ് അകലത്തിലാണ്. ഫിഗർ ക്ലിയർ അല്ലേ? ഈ കോയിലിന്റെ ടോട്ടൽ ലെങ്ത്, സോളിനോയിഡിന്റെ ടോട്ടൽ ലെങ്ത് 2L ആണ്. അപ്പോൾ സെന്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത് എന്ത് വരും? L വരും. ഇവിടെ അതുപോലെ തന്നെ L വരും. അപ്പോൾ ഇത്രയാണ് ഫിഗർ. ഈ കോയിലില് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ ലെറ്റർ N ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ ലെറ്റർ N ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, N/2L. ക്യാപിറ്റൽ N ആണ് ഈ ഒരു കോയിലിന്റെ ടോട്ടൽ ആയിട്ടുള്ള നമ്പർ ഓഫ് ടേൺസ്. ഒരുപാട് ടേൺസ് അല്ലെങ്കിൽ ചുറ്റുകൾ കൂടിയതാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ N ആണ്. അതെ, സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ടോട്ടൽ ലെങ്ത് 2L ആണ്. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് N is equal to സ്മോൾ ലെറ്റർ N into 2L എന്ന് എഴുതാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ഫിഗറും വരിക. ഇനി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ ബയോട്ട്-സാവാർട്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് എ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് കോയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഒരു ഫിഗർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കോയിൽ കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. dB is equal to, അല്ലെങ്കിൽ B is equal to mu 0 I കറന്റ് A സ്ക്വയർ റേഡിയസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഇത് x ഡിസ്റ്റൻസ് ആണ്. സെന്ററിൽ നിന്ന് x ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ x സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോയിലിന് പകരം നമ്മൾ കൺസിഡർ ചെയ്തത് ഈ dx എലമെന്റ് ആണ്. ഇങ്ങനെയുള്ള dx എലമെന്റ്. അപ്പൊ എത്ര, ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് N ആണെങ്കിൽ dxൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും? N into dx ആയിരിക്കും. അപ്പൊ അതുകൂടി നമ്മൾ ഇവിടെ എഴുതണം.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡി ബി, ഈ ഡി എക്സ് എലമെന്റ് കൊണ്ട് ഉണ്ടാവുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 I a സ്ക്വയർ എൻ ഡി എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. അത് നമുക്കിവിടെ എഴുതാം. The magnetic field at P due to the small element dx dB is equal to mu 0 n dx I a square divided by 2 into ഇവിടെ എക്സ് നേരത്തെ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എക്സിന് പകരം നമുക്കിപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്, സെന്ററിൽ നിന്ന് ഈ സെന്റർ പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഇപ്പോൾ ഡി എക്സ് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്ത ഡി എക്സ് എലമെന്റ് ഉള്ളത് ഈ എക്സ് ഡിസ്റ്റൻസിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഡി എലമെന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരിക, ആർ, ഈ ആർ മൈനസ് എക്സ് ആയിരിക്കും അല്ലെ. ആർ മൈനസ് എക്സ് ആണ് നമുക്ക് കിട്ടുക, ആർ മൈനസ് എക്സ്. അതാണ് നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. ആർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇനി നമുക്ക് ബി, ഈ ടോട്ടൽ സോൾനോയിഡ് കൊണ്ടും ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറിയണം. അപ്പൊ ഇവിടെ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡി എക്സ് എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എവിടുന്ന് എവിടത്തേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, ടോട്ടൽ ലെങ്ത് 2L ആണ് അല്ലെ. ടോട്ടൽ ലെങ്ത് 2L ആണ്. അതായത് ഇതിന്റെ ലെങ്ത് മൈനസ് എല്ലിൽ നിന്ന് ഏതുവരെയായിരിക്കും, പ്ലസ് എല് വരെയാണ് പോകുന്നത്. അങ്ങനെ ടോട്ടൽ ലെങ്ത് 2L. പിന്നെ ഇത് ഈ ഇന്റഗ്രേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നു. ഫോർ ഷോർട്ട് സോൾനോയിഡ് ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ, അതേപോലെ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എക്സ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള ഈ എക്സ് ഈ ഒരു ടേമും ഈ ഒരു ടേമും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ബി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ mu 0 n dx I a square divided by 2 r cube. നമ്മൾ അതിൽ കോൺസ്റ്റന്റ് ടേം പുറത്തേക്ക് എടുത്തു. b is equal to mu 0 n I a square divided by 2 r cube integral minus l to l dx. എങ്ങനെയാണ് പിന്നെ ആർ ക്യൂബ് എന്ന് വന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് നേരത്തെ ഡിനോമിനേറ്ററിൽ കിട്ടിയിരിക്കുന്നത് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഡിനോമിനേറ്ററിൽ ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് നെഗ്ലക്റ്റ് ചെയ്തു, അതേപോലെ എയും നെഗ്ലക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 അല്ലേ. ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ സ്ക്വയർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയാൽ ആർ ക്യൂബ് എന്ന് കിട്ടും അല്ലെ. ആ ആർ ക്യൂബാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇന്റഗ്രൽ ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്. ഇന്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അല്ലെ. ഇവിടെ ലിമിറ്റ് മൈനസ് എൽ ടു എൽ. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, മൈനസ് എൽ ടു എൽ. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എൽ മൈനസ് മൈനസ് എൽ ദാറ്റ്സ് ഈക്വൽ ടു 2L. ആ 2L ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ചെറുതായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 I a സ്ക്വയർ ഡിവൈഡ് ബൈ 2r ക്യൂബ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു 2L. വാട്ട് ഈസ് n ഇൻറ്റു 2L? n ഇൻറ്റു 2L എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ക്യാപിറ്റൽ N. മ്യൂ 0 I a സ്ക്വയർ n ഡിവൈഡ് ബൈ 2r ക്യൂബ്. ഇനി ഈ ഇക്വേഷന്റെ മുകളിലും താഴെയുമായിട്ട് നമ്മൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മ്യൂ 0 ബൈ 2 ഇൻറ്റു 2π 4π, മുകളിൽ 2ni പൈ a സ്ക്വയർ ഡിവൈഡ് ബൈ r ക്യൂബ്. വാട്ട് ഈസ് പൈ a സ്ക്വയർ? For a circular coil, pi a square is equal to എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തിന് NIA എന്ന് പറയാം. NIA. വാട്ട് ഈസ് NIA? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. M is equal to NIA. ഇത് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്താൽ M is equal to ANI.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാൻ മാണി എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ANI അല്ലെങ്കിൽ NIA. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടേമിന് പകരം നമുക്ക് സ്മോൾ ലെറ്റർ m യൂസ് ചെയ്യാം. B is equal to mu0/4π2m/r³. ഓക്കെ, ഇതാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ഫീൽഡ്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആക്സിയൽ ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. E is equal to 1/4πε0 2p/r³ അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലോഗ് വെച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് B is equal to, അതേപോലെ 1/ε0 എന്നതിന് പകരം മാഗ്നറ്റിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം μ0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ μ0/4π2 തന്നെ. ഈ പിക്ക് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന ടേം മാഗ്നറ്റിക്, പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിസത്തിലാവുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m/r³. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ അല്ലെ. ഇനി നമ്മളോട് ഇക്വറ്റോറിയൽ ഫീൽഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വറ്റോറിയൽ ഫീൽഡ് ആവുമ്പോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ E is equal to 1/4πε0 p/r³. നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല, വെക്ടർ നൊട്ടേഷൻ എടുക്കാത്തതുകൊണ്ട് p എന്ന് മാത്രം മൈനസ് സൈൻ എഴുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡ് B, ഇക്വറ്റോറിയൽ കേസിലാണ് ഇക്വറ്റോറിയൽ വരുമ്പോൾ B is equal to 1/ε0 പകരം നമ്മൾ μ0/4π അവിടെ തന്നെ ഉണ്ട്. പിന്നെ പിക്ക് പകരം m/r³. ഇതാണ് ഇക്വറ്റോറിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ടതില്ല, നമ്മൾ അനലോഗ് വെച്ചിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സോളിനോയിഡ് ആയിരുന്നു നമ്മൾ എടുത്തത്. സോളിനോയിഡിന്റെ ആക്സിയൽ ഫീൽഡ് ഡിറൈവ് ചെയ്ത് നമ്മൾ എത്തിച്ചേർന്നത് ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ഫീൽഡിലേക്കാണ്. Therefore, it is an axial field of a bar magnet. Okay, therefore bar magnet as an equivalent solenoid, or a solenoid can be considered as a bar magnet. Bar magnet എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പോൾ ഉണ്ടാവും, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഒരു കോയിലിന്റെ സോളിനോയിഡിന്റെ നോർത്ത് പോൾ ഏതാണ്, സൗത്ത് പോൾ ഏതാണ് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ആദ്യം കറണ്ട്, ഇതാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡിൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. നിങ്ങൾ എസ് എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എസിന്റെ അടുത്ത് നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയാ കിട്ടുക, കറണ്ട് എൻ്റർ ചെയ്തു, ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അല്ലേ. അതായത് ഇതെന്ത് ഡയറക്ഷനാ, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ, ക്ലോക്കിൽ സൂചി പോകുന്ന പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ, കറണ്ട് ക്ലോക്ക് വൈസ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന പോൾ എന്തായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. ഇനി അതുപോലെ ഈ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഭാഗത്ത് ഇവിടുന്ന് കറണ്ട് ഇതിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ ചെയ്യും. അപ്പൊ ഈ എന്നുള്ള ഭാഗത്ത് നിങ്ങളത് നോക്കി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെ പോയി കറണ്ട് ഈ ഒരു രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആവുമ്പോൾ നോർത്ത് പോൾ ആണ് വരിക, നോർത്ത് പോൾ. എസ് എന്ന് നമ്മൾ ലെറ്റർ ഇവിടെ എഴുതി അല്ലെ, എസ് എന്ന് എഴുതിയപ്പോൾ അത് ക്ലോക്ക് വൈസ്. ഇവിടെ എൻ, ഇതിനകത്ത് എൻ ആ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്ന നോർത്ത് പോൾ ആണ്. ഇനി പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോക്കാം. ഒരു സോളിനോയിഡിന്റെ കേസിൽ വരുന്ന നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്ലോ ചെയ്യും. ഔട്ട്സൈഡ് ദി മാഗ്നറ്റ്, ഇൻസൈഡ് ദി മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത് ടു നോർത്ത്. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഫിഗർ. ഇത് നിങ്ങൾ നോട്ടിൽ വരച്ച് വെക്കണം. ഒന്നാമത്തത് ബാർ മാഗ്നറ്റിന്റെ കേസിലാണ്. എ എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ bar magnet. Second, magnetic field lines of a current carrying
സോളിനോയിഡ്. ഈ ഫിഗർ നിങ്ങൾ നോട്ടിൽ വരച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വാലന്റ് സോളിനോയിഡ്. എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ബാർ മാഗ്നറ്റ്. അല്ലെങ്കിൽ ബോത്ത് ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ഫോം സിമിലർ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, താങ്ക് യു.